ഫ്രണ്ട്സ്, അടിപൊളിയായിട്ടൊരു പാരാഗ്ലൈഡിങ് ചെയ്തു, ഞാൻ എക്കിങ് ചെയ്തു. അപ്പം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് 12 വർഷമായി എക്സ്പീരിയൻസ് ഉള്ള ഒരു ഹിമാചൽ പ്രദേശുകാരനായിരുന്നു എൻ്റെ ഗൈഡായിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളിയായിരുന്നു. നല്ല തണുപ്പ് മുകളിൽ പോകുമ്പോൾ പിന്നെ ഫോഗ് സൂപ്പറായിരുന്നു, പറഞ്ഞറിയിക്കാൻ കഴിയില്ല. നിങ്ങളും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇത് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പം എങ്ങനെയുണ്ടായിരുന്നു? നന്നായിട്ടുണ്ടായിരുന്നു. സ്റ്റാർട്ടിങ് കുറച്ച് പേടിയുണ്ടായിരുന്നു മേലെ കയറുമ്പോൾ, പിന്നെ അത് കഴിഞ്ഞ് ക്ലിയറായി. ലാൻഡിങ്ങിലും ചെറിയൊരു പേടി ഉണ്ടായിരുന്നു, കാരണം കുത്തി ഇറക്കുവോ കാല് തേങ്ങ അതൊന്നും കുഴപ്പമൊന്നുമില്ല, സ്മൂത്ത് ആയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഗൈഡും നല്ല പൈലറ്റും നല്ല അടിപൊളി നമ്മുടെ മലയാളി ലാൻഡിങ് ചെയ്യുന്ന ആളായിരുന്നു, സൂപ്പറായിരുന്നു. അപ്പോൾ എല്ലാവരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇത് എക്സ്പീരിയൻസ് ചെയ്യുക. അടിപൊളിയാണ്, സൂപ്പർ എക്സ്പീരിയൻസ് ആണ്. സൂപ്പർ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ യാത്രാ സ്നേഹി. അപ്പം നമ്മൾ വാഗമണിലെ അഡ്വഞ്ചർ പാർക്കിലാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. അപ്പം ആദ്യം തന്നെ നമ്മൾ പാരാഗ്ലൈഡിങ്ങിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഇതാണ് പാരാഗ്ലൈഡിങ് ചെയ്യുന്നതിനുള്ള ബുക്കിംഗ് ഓഫീസ്. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഓഫീസാണ്. ഇവിടെ നമ്മൾ കുറച്ച് ഫോമുകളും കാര്യങ്ങളൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസും ഫോൺ നമ്പറും എല്ലാം ഒന്ന് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ബുക്ക് ചെയ്തതിന് ശേഷമുള്ള ഒരു റെസിപ്റ്റ് കിട്ടും. 25ഉം 26 നമ്പറിലാണ് ഞങ്ങൾക്ക് റെസിപ്റ്റ് കിട്ടിയിരിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് മുമ്പ് 24 പേര് പോയി കഴിഞ്ഞു പാരാഗ്ലൈഡിങ്ങിനായിട്ട്. അങ്ങനെ ഞങ്ങൾ ആ ഗ്രൗണ്ടിലോട്ട് പോവുകയാണ്. ഇത് നമ്മൾ മെഡോസിൽ കണ്ടതുപോലുള്ള ഒരു പുൽമേട് തന്നെയാണ് ഇവിടെ ഉള്ളത്. ഈ പുൽമേടിൽ നിന്നാണ് നമുക്ക് പാരാഗ്ലൈഡിങ് ചെയ്യുന്നതിനുള്ള പാരാഗ്ലൈഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. അപ്പം ആദ്യം എനിക്കാണ് അവസരം കിട്ടിയത്. അപ്പം ഇതിൽ ബെൽറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മുറുക്കി തരുവാണ്. നമ്മുടെ കയ്യിൽ പിന്നെ ക്യാമറ സ്റ്റിക്ക് തന്നിട്ടുണ്ട്. ഒരു ഗോപ്രോ ക്യാമറയാണത്. അതിൽ നമുക്ക് വീഡിയോ എടുക്കുന്നതിനുള്ള സിം കാർഡും കൂടി അതിലിട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ പാരാഗ്ലൈഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഞങ്ങൾ വീഡിയോ എടുത്തതും പിന്നെ ഈ ക്യാമറയിൽ റെക്കോർഡായതും ഞാൻ മിക്സ് ചെയ്തിട്ടാണ് ഇതിലോട്ട് ഇടുന്നത്. അപ്പം നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഞാനിപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമ്മൾ മേളിലോട്ട് പോവുമല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പേടി ഉണ്ടാവുമല്ലോ. അപ്പം ആദ്യം കുറച്ച് പേടി ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അങ്ങനെ മേളിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ആകാശത്തിൽ പറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം വളരെ കാലത്തെ ഒരു ആഗ്രഹമാണ് പാരാഗ്ലൈഡിങ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അത് വാഗമണിൽ തന്നെ പോയി ചെയ്യണമെന്നും ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തായാലും അത് സാധിച്ചു. എല്ലാവർക്കും പെട്ടെന്ന് സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വിൻഡ് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഈ പാരാഗ്ലൈഡിങ് ചെയ്യുള്ളൂ. അപ്പം ചിലവർക്കൊക്കെ ആഗ്രഹം കൊണ്ട് പോവും. ആ സമയത്ത് ക്ലൈമറ്റ് ശരിയായിട്ടില്ലെങ്കിൽ, വിൻഡ് സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കത് ചെയ്യാൻ സാധിക്കില്ല. അപ്പം ഞങ്ങളും ചെറിയൊരു ആശങ്കയോടുകൂടി തന്നെയാണ് പോയത്, നമുക്കത് ചെയ്യാൻ സാധിക്കുമോ എന്നറിയാൻ വേണ്ടി. അപ്പോൾ എന്തായാലും നമുക്കത് ചെയ്യാൻ സാധിച്ചു. അപ്പം ആദ്യം തന്നെ ഞങ്ങൾ ഇപ്പോഴത്തെ വാഗമണിൽ പ്രധാന ടൂറിസ്റ്റ് അട്രാക്ഷനായ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ഭാഗത്തോട്ടാണ് പോയത്. അപ്പം താഴെ റോഡുകളും നിറയെ പാർക്കിംഗ് ഏരിയയും അവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്ത് നിൽക്കുന്നതെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജും കാണുന്നുണ്ട്. ഇവിടെ നിന്നും താഴെ ചെറുതായി കാണുന്നുണ്ട് ഗ്ലാസ് ബ്രിഡ്ജ്. അവിടെയെല്ലാം ഒരുപാട് ആളുകൾ കയറി പോകുന്നുണ്ട് കാഴ്ചകൾ കാണാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. പിന്നെ നമ്മുടെ പൈലറ്റ് ഹിമാചൽ പ്രദേശുകാരനാണ്. അദ്ദേഹം ഒരു 15 വർഷമായിട്ട് ഈ ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അപ്പം നമുക്ക് ക്യാമറ ശരിയായ രീതിയിൽ പിടിക്കാനും എല്ലാം അദ്ദേഹം സഹായിക്കുന്നുണ്ട്. അപ്പം ഇടയ്ക്കിടയ്ക്ക് പുറത്തെ താഴത്തെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് ക്യാമറ തിരിച്ചു തരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആഴം നമുക്ക് അത്ര അറിയില്ലായിരുന്നു. ഇപ്പം ഞാൻ അതിന് ശേഷം വീഡിയോ കണ്ടു നോക്കുമ്പോഴാണ് നമ്മൾ ആകാശത്തിൽ എങ്ങനെയാണ് തൂങ്ങിക്കിടന്നുകൊണ്ടിരുന്നത് എന്നുള്ളത് അറിയുന്നത്.
ഞങ്ങൾ 2200 അടി മുകളിലാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം കാലാവസ്ഥ മാറി മാറി വരുന്നുണ്ട്. മേളിലെത്തുമ്പം അവിടെ പെട്ടെന്ന് ഫോഗ് വന്നു, നല്ല തണുത്ത കാറ്റായിരുന്നു. അങ്ങനെ താഴെയാണെങ്കിൽ നല്ല ചൂടായിരുന്നു. ഏപ്രിൽ മാസം അവസാനമാണ് ഞങ്ങൾ പോയത്. പക്ഷേ പതിവിലും വിപരീതമായിട്ട് വാഗമണ്ണിൽ നല്ല ചൂടായിരുന്നു. 36 ഡിഗ്രി ആയിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. എന്നാൽ മേളിലെത്തുമ്പോൾ നല്ല തണുപ്പും നല്ല തണുത്ത കാറ്റും ഫോഗും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ 2 കാലാവസ്ഥ ഞങ്ങൾക്ക് അവിടെ ഫീൽ ചെയ്യാനായിട്ട് സാധിച്ചു. എൻ്റെ പൈലറ്റിൻ്റെ പേര് വികാസ് ഠാക്കൂർ എന്നാണ്. അപ്പം അദ്ദേഹം ഞങ്ങൾ മേളിൽ പോയി തുടങ്ങിയപ്പോൾ മുതൽ ഓരോ പാട്ട് പാടിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഞാൻ ഏത് പാട്ടാണെന്ന് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം ഹിമാചൽ പ്രദേശിലെ ചമ്പ എന്ന് പറഞ്ഞൊരു സ്ഥലത്തുള്ള ഫോക്ക് സോങ് ആയിരുന്നു പാടിക്കൊണ്ടിരുന്നത്. വളരെ ഫേമസ് ആയൊരു ഫോക്ക് സോങ് ആയിരുന്നു. അപ്പം ഞാനും അതിൻ്റെ കൂടെ ഒന്ന് എൻ്റെ റോളും പങ്കുവച്ചു. कौन सी फिल्म का गाना है? एल्बम सॉन्ग हिमाचल के। हाँ अच्छे सिंगर है। हिमाचल में एक जगह है चंपा। हाँ चंपा। केरला के एक लड़की ने चंपा की गाना गाया। हाँ वो वाला। वो बहुत फेमस गाना है चंपा का, फोक सॉन्ग है। उसको बहुत सिंगर ने गाया है। मोहित चौहान ने भी गाया उसको। बहुत सारे नए पिक्चर ने भी गाया है। പിന്നെ മുകളിൽ നിന്ന് താഴത്തേക്കുള്ള കാഴ്ച അതിമനോഹരമാണ് കേട്ടോ. पालक्काड़ में आपका घर? मुदलमड़ा, मैंगो सिटी। മരങ്ങൾ തിങ്ങി നിറഞ്ഞ വനങ്ങളും പിന്നെ അവിടെ അടുത്തൊരു ജലാശയവും ഒക്കെയാണ് നമുക്ക് കാഴ്ചയിൽ ദൃശ്യമാവുന്നത്. केरला के मैंगो सिटी है पालक्काड़। हाँ मुदलमड़ा बहुत मैंगो होता है। हाँ मुदलमड़ा आपके हिमाचल के एप्पल जैसे। അങ്ങ് ദൂരെ പോകുന്ന ആ റെഡ് കളർ പാരച്യൂട്ടിലാണ് എൻ്റെ ഇക്ക പോയത് കേട്ടോ. പക്ഷെ ഞാനാണ് ആദ്യം യാത്ര പുറപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഇക്ക ഏത് പാരച്യൂട്ടിലാണ് പോയതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പിന്നീടാണ് മനസ്സിലായത്. गर्मी है यहाँ तो 36 डिग्री है यहाँ तो हवा चलता रहता है ना तो फील नहीं होता है। तो वहाँ पीछे हवा नहीं चलता जहाँ हम रहता है वहाँ पे 36 डिग्री टेम्परेचर है। हम तो सोचते हैं कि यहाँ बहुत ठंडी है इसलिए तो यहाँ आई हूँ। बिल्कुल बिल्कुल ये आपके लिए हिल स्टेशन है ना। सेम लाइक जैसे दिल्ली से लोग आता है हिमाचल में। വികാസ് ഭയ്യ വളരെ ചില്ലായിരുന്നു. അദ്ദേഹം യാത്രയിലുടനീളം നല്ല ഫോക്ക് സോങ് ഒക്കെ പാടിത്തന്ന് എൻ്റെ ആദ്യത്തെ പാരാഗ്ലൈഡിങ് യാത്ര വളരെ അടിപൊളിയാക്കി തന്നു, വളരെ മെമ്മറൈസിങ് ആക്കി തന്നു. ഇടയ്ക്ക് മേളിൽ നല്ല ഫോഗ് വന്നു. എൻ്റെ ക്യാമറയിൽ ദൃശ്യങ്ങളൊന്നും പതിയില്ലേന്ന് ഞാൻ സംശയിച്ചു, അത്രയ്ക്കും ഫോഗ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ക്യാമറയിൽ കുറച്ച് ക്ലിയർ കുറവുണ്ടായിരുന്നു, കാരണം അവർ തരുന്ന ഗോപ്രോ ക്യാമറയല്ലേ, അതിലെന്താണെന്നറിയില്ല, കുറച്ച് ക്ലിയർ കുറവുണ്ടായിരുന്നു. ഇക്കയുടെ ക്യാമറ ആണെങ്കിൽ വളരെ നല്ല ക്ലീൻ ആയിരുന്നു.
10 മുതൽ 15 മിനിറ്റ് വരെയാണ് ഒരു പാരാഗ്ലൈഡിങ് ഉണ്ടാവുക. മാക്സിമം 10-11 മിനിറ്റൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. വിൻഡ് സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ മാത്രമാണ് അതൊരു 15 മിനിറ്റ് വരെയൊക്കെ നീണ്ടു പോവുക. അപ്പോൾ നമ്മുടെ ക്യാമറയിലും അത്രയൊക്കെ സമയമേ വീഡിയോസ് എല്ലാം റെക്കോർഡ് ആവുകയുള്ളൂ. അപ്പോൾ ഞങ്ങളിനി കുറച്ച് കഴിഞ്ഞാൽ തിരിച്ചിറങ്ങാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങാൻ തുടങ്ങുകയാണ്. പിന്നെ തിരിച്ചിറങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ടിലിരിക്കുന്ന ആൾ കാല് നന്നായിട്ട് നിവർത്തി വെക്കണം. കാരണം ഇവരുടെ കാലിൽ ബാലൻസ് ചെയ്തിട്ടാണ് താഴെ ഇറക്കുന്നത്. അപ്പം നമ്മളുടെ കാല് താഴേക്ക് തൂങ്ങിക്കിടക്കുകയാണെങ്കിൽ തട്ടി വീഴാനുള്ള ചാൻസ് കൂടുതലാണ്. അവരെപ്പോലെ നമുക്ക് പ്രാക്ടീസ് ഇല്ലല്ലോ ഇതൊന്നും ചെയ്തിട്ട്. അപ്പം നമ്മൾ കാല് നിവർത്തി വയ്ക്കണം. അങ്ങനെയുള്ള സീനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം വളരെ സേഫായിട്ട് തന്നെ ഞാൻ താഴെ ഇറങ്ങി. വളരെ നല്ലൊരു അടിപൊളി യാത്രയായിരുന്നു. ഇനി ഇക്കയുടെ വീഡിയോ കൂടി നമുക്കൊന്ന് കണ്ടു നോക്കാം. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ഫസ്റ്റത്തെ പാരാഗ്ലൈഡിങ് എക്സ്പീരിയൻസ് ആണ്. അഡ്വഞ്ചർ എനിക്കെന്നും ഒരു ഹരമാണ്. അതുകൊണ്ട് എനിക്ക് വലിയ പേടിയൊന്നും തോന്നിയില്ല. ഫ്ലൈറ്റിൽ നിന്ന് ചാടുക, വെള്ളച്ചാട്ടത്തിൽ ചാടുക, ഇങ്ങനത്തുള്ള അഡ്വഞ്ചറൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ് കുട്ടിക്കാലം തൊട്ട്. അതുകൊണ്ട് എനിക്ക് വലിയ ഒരു പേടിയുണ്ടായിരുന്നില്ല. പക്ഷെ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. താഴത്തേക്ക് കാണിക്കാൻ എങ്ങനെ കാണിച്ചാൽ പോലെ ആകാശക്കാഴ്ചയിൽ വാഗമൺ വളരെ സുന്ദരമായൊരു സ്ഥലമാണ്. നല്ല കാറ്റുണ്ടായിരുന്നു. അതുകൊണ്ട് പാരാഗ്ലൈഡിങ് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പൈലറ്റ് പറയുണ്ടായിരുന്നു കാറ്റുള്ളതുകൊണ്ടാണ് കുറച്ച് ആടി ഒലിയുണ്ടായിരുന്നു. നല്ല തണുത്ത കാറ്റാണ്. താഴേക്ക് നോക്കുമ്പോൾ വളരെ പച്ചപ്പും മരങ്ങളും മലൻ്റെ ചരിവുകളാണ്. ചെറിയ വെള്ളച്ചാട്ടങ്ങളുണ്ട്, പക്ഷേ അതിലിപ്പോൾ വെള്ളം കാര്യമായിട്ടില്ല. ഇത് പാരാഗ്ലൈഡിങ് നടത്താൻ വെയിറ്റ് അവർ നോക്കാറുണ്ട്. അതായത് 40 കിലോ ടു 100 കിലോ വരെ മാത്രമേ, അങ്ങനെയുള്ള വെയിറ്റുള്ള ആൾക്കാർക്ക് മാത്രമേ ഇതിൽ പാരാഗ്ലൈഡിങ് ചെയ്യാൻ പറ്റുള്ളൂ.
പിന്നെ ഈ ഹൈറ്റ് പേടിയുള്ള ആൾക്കാർ മാക്സിമം ഇത് ഒഴിവാക്കുക. കാറ്റുള്ള സമയത്ത് പാരാഗ്ലൈഡിങ് വളരെ ദുഷ്കരമാണ്. ആടികുലിയുണ്ടായിരുന്നു. ക്യാമറ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ ഒരു സൈഡിൽ ക്യാമറ പിടിക്കണം, മാക്സിമം കവർ ചെയ്യണം. ഒരു 15 മിനിറ്റ് ഞങ്ങൾ പാരാഗ്ലൈഡിങ് ചെയ്തു. മാക്സിമം 15 മിനിറ്റ് അത്രയേ ഉള്ളൂ. പക്ഷെ വല്ലാത്തൊരു എക്സ്പീരിയൻസാണ്. നല്ല ഫോഗ് ഉണ്ടായിരുന്നു. ഫോഗിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ ഞങ്ങൾ ഗ്ലൈഡിങ് നടത്തി. പാരാഗ്ലൈഡിങ് മെയിനായി ശ്രദ്ധിക്കേണ്ടത് ലാൻഡിങ് സമയത്ത് നമ്മുടെ 2 കാലുകളും മുകളിലേക്കൊന്ന് പൊന്തിക്കണം. പാരാഗ്ലൈഡിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഗ്ലാസ് ബ്രിഡ്ജ് നമുക്ക് വളരെ അടുത്തായി കാണാം. പിന്നെ അഡ്വഞ്ചർ പാർക്കിലുള്ള ബാക്കിയുള്ള ഗെയിംസും സിബ് ലൈനും ഇതൊക്കെ നമുക്ക് അത്യാവശ്യം കാണാം. എൻ്റെ വൈഫും പാരാഗ്ലൈഡിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ ആ സൈഡിൽ കൂടി പോകുന്നത് കണ്ടു. ഞങ്ങൾ ഒരേ സമയത്താണ്. വൈഫ് ഒരു 5 മിനിറ്റ് മുമ്പ് ഗ്ലൈഡിങ് തുടങ്ങി. അതിനുശേഷമാണ് ഞാൻ ഗ്ലൈഡിങ് സെക്കൻഡായിട്ടായിരുന്നു ഞാൻ തുടങ്ങിയത്. ലാൻഡിങ്ങിനുള്ള സമയമായി തോന്നുന്നു. അതുകൊണ്ട് മാക്സിമം ഗ്ലൈഡിങ് താഴ്ത്തിട്ടുണ്ട് പുള്ളി പൈലറ്റ്. ലാൻഡിങ് സമയത്ത് നമുക്ക് ചെറിയൊരു പേടി ഉണ്ടാവും. കാരണം എന്ന് വെച്ചാൽ അതങ്ങനെയാണല്ലോ, ഹൈറ്റിൽ നിന്ന് വളരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി കുറവാക്കിയിട്ടാണ് ലാൻഡിങ്ങിലേക്ക് താഴുന്നത്. അഡ്വഞ്ചർ എനിക്കൊരു ഹരമായതുകൊണ്ട് എനിക്ക് വലിയ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. കേരളത്തിൽ 1-2 സ്ഥലങ്ങൾ മാത്രമേ ഈ പാരാഗ്ലൈഡിംഗ് ഉള്ളൂ. വാഗമൺ പോകുന്നവർ തീർച്ചയായും പാരാഗ്ലൈഡിംഗ് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. വല്ലാത്തൊരു എക്സ്പീരിയൻസാണ്. ലാൻഡ് ചെയ്യാൻ വേണ്ടി പുള്ളിക്കാരൻ പൈലറ്റ് ബാക്കിൽ നിന്ന് വളരെ കാറ്റ് കൂടിയതുകൊണ്ട് ശ്രമകരമാണ് ലാൻഡ് ചെയ്യാൻ. അതുകൊണ്ട് ഒരു പ്രാവശ്യം വന്ന് ലാൻഡ് ചെയ്യാൻ പറ്റാതായപ്പോൾ വീണ്ടും റിട്ടേൺ ഒരു റൗണ്ട് കൂടി പോയിട്ട് വന്നതിന് ശേഷമാണ് ലാൻഡ് ചെയ്തത്. വളരെ നല്ലൊരു എക്സ്പീരിയൻസാണ്. ഇതെല്ലാവരും വന്നാൽ ചെയ്യണം. വാഗമൺ ലൈഫിൽ ഒരു ടൈമിൽ ഇത് ചെയ്യേണ്ടതാണ്. വളരെ നല്ല എക്സ്പീരിയൻസാണ്. നല്ല ലാൻഡിങ് ആയിരുന്നു കേട്ടോ.